ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്ത ആളെ കുറിച്ച് ആരോപിച്ചാൽ പറഞ്ഞവനേക്കാൾ തിരിച്ചു വരും. അതൊക്കെ മനസ്സിലാക്കണം. അതിനേക്കാൾ ചെറുതെന്നല്ല, അത്രയും ഗൗരവമില്ലാത്ത മറ്റൊന്നാണ് വ്യഭിചാരം. ആ വ്യഭിചാരാരോപണം അന്ന് നടന്നപ്പോ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ആരോപണങ്ങൾ, മോശമായ വാർത്തകൾ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് മുനാഫിഖിന്റെ സ്വഭാവമാണെന്ന് നിർത്തിവെക്കണം. അല്ലാഹുവിലേക്ക് ക്ഷണിച്ചോളി, ദീന് പഠിപ്പിച്ചോളും, തൗഹീദ് പറഞ്ഞു കൊടുക്കുക, സുന്നത്ത് പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് ഏതെങ്കിലും ആളുകളോടോ ഗ്രൂപ്പുകളോടോ വ്യക്തികളോടോ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരേ ഒരു മാർഗം ഹൽക്ക് തന്നെ പിടിക്കുക, കഴുത്ത് തന്നെ പിടിക്കുക. അത് ശിർക്ക് ആരോപിച്ചാൽ ആ ആരോപണം സഹോദരന്മാരും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. നാവുണ്ടല്ലോ, നാവ് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവയവമാണെന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് നൽകുകയാണെങ്കിൽ നാവിന്റെ അപകടങ്ങളും ഗുണങ്ങളും വേറെ ഖുതുബിൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഏത് നിലക്കുള്ള അപരാധങ്ങളും തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും വന്നാൽ ഇസ്ലാമിന്റെ പൊതു നിയമമുണ്ട്. നമുക്ക് ഇന്ന ആളൊന്നുമില്ല. എത്ര വലിയവനായാലും അള്ളാന്റെ ദീനിന്റെ മുമ്പിൽ നമുക്ക് എല്ലാവരും കണക്കാം. പ്രമാണത്തിന് അപ്പുറമാണെങ്കിൽ അള്ള പറഞ്ഞ നിയമം എന്താണ്? ഒരാളൊരു വാർത്തയുമായി വന്നാൽ അന്വേഷിച്ചറിയിൻ. അത് നമ്മളോടുള്ള കൽപ്പന. അതൊന്നും അന്വേഷിച്ചറിയാണ്ട് ശിർക്ക് ചെയ്തു, ചില്ലറ കേസല്ല. നാളെ പരലോകത്ത് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ഒരാളുകൾ ഒരു കൂട്ടം നമ്മൾ നേരെ തിരിയാ, പഠിച്ചവനെ എന്നെ കുറിച്ച് ശിർക്കാരോപണം നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ മറുപടി പറയാ? അപ്പൊ നമുക്ക് വേണ്ടി മറുപടി പറയാൻ വിളിച്ച ആരെങ്കിലും വരുമോ? ഇല്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞു ഫതബയ്യനു, അന്വേഷിക്കുന്നു. ആരോട് അന്വേഷിക്കേണ്ടത്? ആദ്യം പറഞ്ഞു വന്നോളൂ അന്വേഷിക്കാം. ശരി, എന്താ നിന്റെ അടുക്കൽ പ്രൂഫ് ഉള്ളത്? എന്താ നിന്റെ അടുക്കൽ